വൈക്കം കൊതവര സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കിയ സാന്ത്വനം ചികിത്സാ ധനസഹായ പദ്ധതിയുടെ ഉദ്ഘാടനം മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിച്ചു. മികവ് 2024 സ്കോളർഷിപ്പ് വിതരണവും ഇതോടൊപ്പം നടത്തി. എവിടെയെങ്കിലും ഒന്നോ രണ്ടോ ബാങ്കിൽ ഒരു കുഴപ്പമുണ്ടോ എന്ന് കരുതി കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം മുഴുവൻ കുഴപ്പമാണെന്ന് വരുത്തി തീർക്കാനുള്ള നീക്കം നടക്കുന്നത് അപകടകരമാണെന്ന് മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. വൈക്കം കൊതവര സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കിയ സാന്ത്വനം ചികിത്സാ ധനസഹായം പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. കേരളം വളർച്ച പ്രാപിച്ചതിന്റെ പിന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട വസ്തുത ഇവിടുത്തെ സഹകരണ പ്രസ്ഥാനം ജനങ്ങളുടെ പ്രസ്ഥാനമാണ്. ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നവരെ കൃത്യമായി തിരിച്ചടച്ചാൽ മാത്രമേ കൂടുതൽ ആളുകൾക്ക് ലോൺ കൊടുക്കാൻ കഴിയൂ. അങ്ങനെ കൃത്യമായ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന ബാങ്കുകൾക്ക് മാത്രമേ പിടിച്ചു നിൽക്കാൻ കഴിയൂ. എവിടെങ്കിലും ഒന്നോ രണ്ടോ ബാങ്കിൽ ഒരു കുഴപ്പമുണ്ടായെന്ന് കരുതി കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം മുഴുവൻ കുഴപ്പമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു നീക്കം നടക്കും. അത് അപകടകരമാണ്. ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായി പ്രവർത്തിക്കുന്നതാണ് സഹകരണ ബാങ്കുകൾ. ആ ബാങ്കിൽ കൂടുതൽ നിക്ഷേപം വരണം, ആളുകൾക്ക് ലോൺ കൊടുക്കുന്നവർ കൃത്യമായി തിരിച്ചടയ്ക്കണം, ബാങ്കിങ് സംവിധാനം ശക്തിപ്പെടുത്തണം. എങ്കിൽ മാത്രമേ ബാങ്ക് നിലനിൽക്കുകയുള്ളൂ. ബാങ്ക് പ്രസിഡന്റ് PM സേവ്യർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വർദ്ധിപ്പിച്ച പെൻഷൻ വിതരണോദ്ഘാടനം തലയാഴം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രമേശ് P. ദാസും മികവ് 2024 സ്കോളർഷിപ്പ് വിതരണം മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രഞ്ജിത്തും നിർവഹിച്ചു. വൈക്കം സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ P. ഹരിദാസ്, തലയാഴം പഞ്ചായത്ത് അംഗവും ഭരണസമിതി അംഗവുമായ K. ബിനിമോൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജൽസി സോണി, ബൈമി വിജയൻ, KV ഉദയപ്പൻ, ഷീജ ഹരിദാസ്, സഹകരണ സംഘം വൈക്കം അസിസ്റ്റന്റ് രജിസ്ട്രാർ CK ബിന്ദു, സഹകരണ സംഘം ഓഡിറ്റ് വിഭാഗം വൈക്കം അസിസ്റ്റന്റ് ഡയറക്ടർ CS പ്രിയ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ M. ഗോപാലകൃഷ്ണൻ, P. ശശിധരൻ, MD ബാബുരാജ്, പോൾസൺ ജോസഫ്, ബിജു പറപ്പള്ളിൽ, ബാങ്ക് വൈസ് പ്രസിഡന്റ് MG ജയൻ, ഭരണസമിതി അംഗങ്ങളായ CT ഗംഗാധരൻ നായർ, VM അനിയപ്പൻ, ജോഷി ജോസഫ്, KV പ്രകാശൻ, ശ്രീദേവി സന്തോഷ്, ബീന മുരുകാനന്ദൻ, ഷീബ ഷാൻ, കുര്യാക്കോസ് ദാസ്, ബാങ്ക് സെക്രട്ടറി VS അനിൽകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. 2010 മുതൽ ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ 2010 തുടങ്ങി ബാങ്കിന്റെ ആ ക്ഷേമ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ ക്ഷേമ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിൽ നിന്ന് പുറകോട്ട് പോവുകയല്ല ചെയ്യുന്നത്. വീണ്ടും പുതിയ നമ്മുടെ നാടിനെ, നമ്മുടെ ബാങ്കിന്റെ അംഗങ്ങൾക്ക് ഗുണപ്രദമായിട്ടുള്ള കൂടുതൽ സേവനങ്ങൾ കിട്ടുന്ന തരത്തിൽ ബാങ്കിങ്ങിന്റെ, പ്രത്യേകിച്ച് ആ സഹകരണ മേഖലയിലെ ബാങ്കിങ്ങിന്റെ ആ സാമൂഹിക പ്രതിബദ്ധത മനസ്സിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ബാങ്ക് നടത്തുന്ന ആ പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണ്. കേരളത്തിൽ ഇതുപോലെ ചെയ്യുന്ന സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകൾ നമുക്ക് വേണമെങ്കിൽ വിരലിൽ എണ്ണി എടുക്കാം. ന്യൂസ് ബ്യൂറോ, വൈക്കം. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഉഴിച്ചിൽ, ലൂംബ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ്ക് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ.